ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് മീ വേഡ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ട്രയംഫിൻ്റെ സ്ക്രാംബ്ലറാണ്. അതായത് ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ, അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. വളരെ ബ്രില്യൻ ലുക്സ് ആണ് ഈ ട്രയംഫ് കൊടുത്തേക്കുന്നത്. അതായത് എല്ലായിടത്തും അത് കാണാനുണ്ട്, അത് നമുക്ക് പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഇത് എല്ലാ മോട്ടോർ സൈക്കിളിനെയും പോലെ, അതായത് എല്ലാ ഇവിടെ അടുത്തിറങ്ങിയ അഡ്വഞ്ചർ അല്ലെങ്കിൽ സ്ക്രാംബ്ലർ മോട്ടോർ സൈക്കിളിനെ പോലെ ലുക്കിൽ സ്ക്രാംബ്ലറും വർക്കിൽ എന്നാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് നമുക്ക് എന്തായാലും വണ്ടി ഓടിക്കുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ പറയാം. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും നമുക്ക് ലുക്കിൻ്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞു തുടങ്ങാം. ഇറ്റ് ലുക്സ് അമേസിങ്. ഇതിൻ്റെ റോഡ് പ്രസൻസ് വിത്ത് ആ ഒരു ഗ്രണ്ടി എക്സോസ്റ്റും കൂടി ആകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. അതായത് ഓവറോൾ ഒരു മാസ് മെഷീൻ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ലുക്കിൻ്റെ കാര്യത്തിൽ. അതായത് ക്വാളിറ്റി എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ ട്രയംഫ് എന്നൊരു പറഞ്ഞ മോട്ടോർ സൈക്കിളാണ്. എല്ലാവരും ഇനി പറയാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്, ഇത് ബജാജ് ട്രയംഫ് പാർട്ണർഷിപ്പ് അല്ലേ, അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ കോംപ്രമൈസ്ഡ് ആയിരിക്കും. പക്ഷേ ഒരിക്കലല്ല, നിങ്ങൾക്ക് ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം എല്ലാ സ്ഥലത്തും. ഇപ്പോൾ ഫ്രണ്ട് ആണെങ്കിൽ പോലും മഡ് ഗാർഡൊക്കെ നോക്കിയാൽ കാണാം ആ ഒരു പ്രീമിയം ഫീൽ നിങ്ങൾക്ക് കിട്ടും. ഈവൻ ദോ ഇറ്റ്സ് എ ബജാജ് ട്രയംഫ് ഒരു പാർട്ണർഷിപ്പിൽ നിന്ന് വന്ന വണ്ടിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ഫീൽ എവിടെയും കിട്ടില്ല. ഇറ്റ്സ് എ കംപ്ലീറ്റ് ട്രയംഫ് മോട്ടോർ സൈക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം ഈ ക്വാളിറ്റിയുടെ കാര്യത്തിൽ. അതായത് ഇപ്പം നമ്മൾ കണ്ടുപിടിക്കാൻ മാത്രം കുറ്റം പറയാൻ വേണ്ടിയിട്ട് ക്വാളിറ്റിയുടെ പ്രശ്നമൊന്നുമില്ല. അതായത് ഇപ്പം എല്ലായിടത്തും I2 ഡീറ്റെയിലിംഗ് നന്നായിട്ട് ട്രയംഫ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ലുക്സ് ഗുഡ്, സോ ഗുഡ്. പിന്നെ അതേപോലെ തന്നെ വേറൊരു മേജർ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലായിടത്തും ബ്രാൻഡിങ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നോക്കാം, ഇവിടെ ട്രയംഫ് ഉണ്ട്, ഇവിടെ ട്രയംഫ് ഉണ്ട്, ഇവിടെ ട്രയംഫ് എന്ന് ചെയ്തിട്ടുണ്ട്, ലോഗോ ഉണ്ട്, ഇവിടെ ട്രയംഫ് ഉണ്ട്, അവിടെ ട്രയംഫ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹാൻഡ് ഗാർഡ്സ് വരുന്നുണ്ട്, പിന്നെ ഒരു ക്രോസ് ബാർ വരുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഹാൻഡ് ഗാർഡ്സ് സ്റ്റോക്കാണ്, ഗ്രില്ല് സ്റ്റോക്കാണ്. പിന്നെ അതേപോലെ തന്നെ അതെ അവിടെയും പുറകിലും നമുക്ക് ട്രയംഫ് നേരിടണം, അവിടെ ട്രയംഫ് ഉണ്ട്. അങ്ങനെ ഇവർക്ക് ഇവിടെയും ട്രയംഫ് ഉണ്ട്, എല്ലായിടത്തും ട്രയംഫാണ്. പുറകിലും ഒരു ട്രയംഫ് എഴുതിയിട്ടുണ്ട്. അതായത് ഇവർക്ക് കിട്ടാവുന്ന വഴിയിലെല്ലാം ട്രയംഫിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇറ്റ് ലുക്സ് ഗുഡ്, അതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം ഇറ്റ്സ് എ ട്രയംഫ് മോട്ടോർ സൈക്കിൾ. ഇഫ് യു ആർ ഓണിങ് എ ട്രയംഫ് മോട്ടോർ സൈക്കിൾ യു ഹാവ് ടു ഫ്ലോണ്ട് ഇറ്റ് എന്നുള്ളൊരു ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടിയിൽ ഇരുന്നിട്ട് ബാക്കി സംസാരിക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതായത് എന്നെ പോലെയുള്ള ഷോർട്ടായിട്ടുള്ള ഒരാളാണെങ്കിൽ എനിക്ക് 165 സെൻറ്റിമീറ്ററാണ് എൻ്റെ ഹൈറ്റ്, കാലെത്തുന്നുള്ള കാര്യം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അതിനേക്കാളും മുന്നേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാൻഡാണ്. ഭയങ്കര പാടാണ് തട്ടാൻ. അതുകൊണ്ട് തന്നെ ആ ഫുഡ് പാക്കിന് ഇത് തട്ടിക്കളിക്കുകയും ചെയ്യും. ഫുഡ് പാക്ക് ആ ഒരു ഓഫ് റോഡ് കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഹോൾഡ് ആവാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഒന്ന് ആ ഒരു സ്പ്രിങ്ങി ഒരു ആക്ഷൻ അതിലുണ്ട്. അത് ആക്ച്വലി നമ്മൾ ഓഫ് റോഡിൽ വീഴുവാണെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും സ്റ്റാൻഡിൻ്റെ അവസ്ഥ ഇതാണ്. സോ ഹൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കാണാം, അതായത് ഒരു 165 സെൻറ്റിമീറ്ററായി എനിക്ക് ടിപ്പ് ടോ ആണ്. അതായത് ബെയർലി കാല് കുത്താൻ, പക്ഷേ അത്യാവശ്യം നല്ലൊരു വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതായത് വലിയ കുഴപ്പമില്ലാതെ, അതായത് എനിക്ക് തോന്നുന്നില്ല ഇത് ഭയങ്കര ഒരു വെയിറ്റ് ഉള്ള മോട്ടോർ സൈക്കിളാണ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നതും. പക്ഷെ നല്ല രീതിയിൽ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാറൊക്കെ വന്നേക്കുന്നത് അലൂമിനിയം വെച്ചിട്ടല്ല, സ്റ്റീൽ വെച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വെയിറ്റും വരുന്നുണ്ട്, ആ ഒരു വൈബ്രേഷനൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ഇൻ കേസ് ഓഫ് എ ഫോൾ പെട്ടെന്ന് ഓടിയില്ല. ഇപ്പം നമ്മൾ ഓഫ് റോഡൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഓടിഞ്ഞൊന്നും പോവില്ല. പിന്നെ അതേപോലെ തന്നെ അപ്പം നമുക്ക് വണ്ടി ഓണാക്കി നോക്കാം. നമുക്കിവിടെ ഓൾമോസ്റ്റ് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അതേപോലെ ഇതാണ് സ്പീഡോമീറ്റർ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ ആണെങ്കിൽ നമ്മൾ ഓഫ് ആക്കുമ്പോൾ ഗിയർ ഇങ്ങനെ കൗണ്ട് ചെയ്ത് വരും. ഇറ്റ് ലുക്സ് ഗുഡ്. 1 2 3 4 5 6 എന്നുള്ള രീതിയിൽ. പിന്നെ അതേപോലെ തന്നെ സൈഡിലാണ് RPM മീറ്റർ വരുന്നത്. അപ്പോൾ ഇതാണ് ടോട്ടൽ ഉള്ളൊരു കാര്യം. ഇനി എന്തായാലും നമുക്ക് ബാക്കി വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടിയുടെ കാര്യം പറഞ്ഞാൽ റിഫൈൻമെൻറ്റ് ലെവൽ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഓഫ് കോഴ്സ് ഇത് സിംഗിൾ സിലിണ്ടർ ആയതുകൊണ്ട് തന്നെ ഒരു ലോങ് ഒരു ഹയർ ലെവൽസിൽ ചെറിയ രീതിയിൽ വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളൊരു ലോവർ എൻഡിൽ ഓടിക്കുമ്പം ഇറ്റ്സ് ഗുഡ്. അതായത് ലോവർ എൻഡ് ടു മിഡ് എൻഡ് ഒന്നും വലിയ, അതായത് 5000 6000 RPM വരെ വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിലൊരു ലോ ആൻഡ് ടോർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഗിയറിങ് ഭയങ്കര ഷോർട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഫീൽ കിട്ടില്ല. പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ നല്ലൊരു ട്രാക്ടബിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 50 ഗിയറിലൊക്കെ 40-45 ഒക്കെ ഓടിക്കാൻ നോക്കിങ് ഇല്ലാതെ തന്നെ. അതാണ് ഈ ഒരു വണ്ടിയുടെ കാര്യം. അതാണ് ഒരു എഞ്ചിൻ്റെ കാര്യം വരുന്നത്. അത്യാവശ്യം ബിഗിനർ ഫ്രണ്ട്ലി ആണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗിനർ ഫ്രണ്ട്ലി അല്ല. ഓഫ് കോഴ്സ് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ളൊരു മോട്ടോർ സൈക്കിളാണ്. പക്ഷേ നിങ്ങളൊരു 150 cc ഒക്കെ ഓടിച്ച് പരിചയമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഇത് വലിയൊരു കുഴപ്പം ഉണ്ടാവില്ല. ദിസ് ഈസ് എ മോട്ടോർ സൈക്കിൾ വെർ യു ക്യാൻ ലൈക്ക് ഗോ ഓൺ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, സ്ക്രാംബ്ലർ ആണോ എന്നുള്ള ചോദ്യത്തിന് ഒരു ടോട്ടൽ സ്ക്രാംബ്ലർ അല്ല. ഇതൊരു റോഡ്സ്റ്റർ വിത്ത് 180mm സസ്പെൻഷൻ ട്രാവൽ എന്നൊക്കെ വേണം പറയേണ്ടി വരും. കാരണം ഒരുപാട് ഇപ്പോൾ ഫ്ലാറ്റ് ട്രയൽസ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമുക്കൊരു ടോട്ടൽ ഓഫ് റോഡിലേക്കൊന്നും ബാർജ് ചെയ്ത് പോകാൻ പറ്റില്ല ഈ മോട്ടോർ സൈക്കിൾ വെച്ചിട്ട്. ഇതിൻ്റെ പവർ കേവ് ഒക്കെ വരുന്നത് വെച്ചാൽ നല്ല രസമാണ്. അതായത് ഈക്വലി
ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. എവിടെയും ഇപ്പോൾ മിഡ് എൻഡ് ഭയങ്കര കുറവാണ്, ലോ എൻഡ് ഭയങ്കര കുറവാണെന്നുള്ള ഫീലൊന്നുമില്ല. ഇപ്പോൾ ടോപ്പ് എൻഡിലേക്ക് എത്തുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫീൽ കിട്ടുന്നതിനേക്കാളും മുമ്പേ ഈ നമ്മളെ ഗിയർ റേഷ്യോ ഭയങ്കര കുറവായിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഗിയർ റേഷ്യോസൊക്കെ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് പറയില്ല, പക്ഷേ ഒരു സ്ക്രാംബ്ലർ എന്ന മോട്ടോർ സൈക്കിൾ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഗുഡ്. അതായത് നമുക്കിപ്പോൾ സിറ്റിയിലൊക്കെ അത്യാവശ്യം നല്ലൊരു ഗിയർ റേഷ്യോ കുറയുമ്പം പെട്ടെന്ന് ഒരു ആക്സിലേഷൻ കൂടുന്ന പോലെ തോന്നും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് ഓവർടേക്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിയർ ബോക്സ് ഒന്നും കുഴപ്പമില്ല. സ്പീഡ് 400 ഓടിച്ചപ്പോൾ ഭയങ്കര ക്ലങ്കി ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആയിരുന്നു. ഇത് വീണ്ടും കുഴപ്പമില്ല, ഇച്ചിരി ഒന്ന് അതിനേക്കാളും ബെറ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു സ്പീഡ് 400ൻ്റെ കിട്ടിയ കംപ്ലയിൻസ് ഒക്കെ ഇതിൽ അവർ നല്ല രീതിയിൽ എന്താ പറയണ്ടത് ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? അപ്പോൾ അതാണ് എന്താ ഇവിടെ പവറിൻ്റെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആണോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് പവർ എന്നുള്ള കാര്യം. ഇറ്റ്സ് ഗുഡ്. പക്ഷേ നിങ്ങളൊരു 390 ആയിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. മേ ബി ഒരു CB RS 350 അല്ലെങ്കിൽ ഓക്കെ STയുടെ സ്ക്രാംബ്ലറോ അല്ലെങ്കിൽ മേ ബി ഒരു ഡൊമിനാർ അത്രയ്ക്കേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ മേലെ ഒരു ഭീകര പവർ റേഞ്ചോ അല്ലെങ്കിൽ ഭയങ്കര ഫൺ ടു റൈഡ് മോട്ടോർ സൈക്കിളൊന്നുമല്ല. അത്യാവശ്യം നല്ല വീൽ ബേസുള്ള മോട്ടോർ സൈക്കിളാണ് ആക്ച്വലി. അപ്പോൾ നിങ്ങൾ കോർണേഴ്സൊക്കെ ഒരുപാട് ക്രേവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ യു ഹാവ് ടു ബി സ്കിൽഡ്. അതായത് ഈ മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോൾ ഒരു ബിഗിനറിന് ഓടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം അതാണ്. നിങ്ങൾ കോർണേഴ്സൊക്കെ ഓടിച്ച് പരിചയമുള്ള ഒരാളാണെങ്കിൽ മാത്രം കുഴപ്പമുണ്ടാവില്ല. അതായത് ഒരു ഫീഡ്ബാക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഒരു സ്കിൽഡ് ആണെങ്കിൽ മനസ്സിലാവും. അപ്പോൾ അത്യാവശ്യം നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിലും വലിയ കുഴപ്പമില്ല. അതായത് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കോർണേഴ്സൊക്കെ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ഒന്ന് നോ എന്ന് പറയുന്നുള്ള കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്സ് ആണ്. ബ്രേക്സിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ പ്രിറ്റി ഗുഡ് ബ്രേക്സ്. അതായത് ഫ്രണ്ടിൽ അവർ സിൻഡേറിന് പകരം ഓർഗാനിക്കാണ് വെച്ചേക്കുന്നത്. അതായത് കുറച്ചുകൂടി ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബിഗിനർ ആയിട്ടുള്ള ഒരാൾ ഓഫ് റോഡിൽ പോകുമ്പം അതായത് പെട്ടെന്ന് ആ ഒരു അത്രയും ബൈറ്റിലുള്ള ഒരു ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ബ്രേക്ക് പാഡും പിന്നെ അതേപോലെ തന്നെ നല്ല പ്രോഗ്രസീവ് ആയിട്ടുള്ള ടച്ചാണ്. പുറകിലത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറകെ കുറച്ചുകൂടി ഒരു ബൈറ്റ് ഉണ്ട്. അത് നമുക്ക് പെട്ടെന്ന് പവർ സ്ലൈഡും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു ബൈറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിനേക്കാളും ബൈറ്റ് ഉണ്ട് പുറകിലുള്ളത്. ഓഫ് കോഴ്സ് അതാണ് ബ്രേക്കിൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ ഓഫ് കോഴ്സ് ഒരു സിൻഡേർഡ് ബ്രേക്ക് പാഡ് ഇട്ടാൽ കുറച്ചുകൂടി ബൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഉള്ള കാര്യമാണ് നമ്മുടെ ക്ലച്ച് ഫീൽ പറഞ്ഞു. ഞാൻ ഗിയർ ബോക്സ് പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമാണ് ക്ലച്ച് ഫീൽ മോഡറേറ്റ്ലി ലൈറ്റാണ്, വലിയ കുഴപ്പമില്ല. പക്ഷേ ഒരുപാട് സിറ്റിയിൽ ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ബാംഗ്ലൂരൊക്കെ പോലെ സിറ്റിയിലാണെങ്കിൽ ചെറിയ രീതിയിൽ കയ്യിൽ വേദനയും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം സസ്പെൻഷനാണ്. സസ്പെൻഷൻ ഈസ് ആക്ച്വലി നൈസ്. ഒരുപാട് സോഫ്റ്റ് അല്ല, ഇറ്റ്സ് ലൈക്ക് ഒരു മീഡിയം സെറ്റിങ്ങിലാണ് വെച്ചേക്കുന്നത്. അതായത് നിങ്ങൾക്ക് ചെറിയ ചെറിയ പോട്ടോൾസ് കൗണ്ടർ ചെയ്യാനും പറ്റും, അതേപോലെ തന്നെ ചെറിയ ചെറിയ കോർണേഴ്സ് എടുക്കാനും പറ്റും. പക്ഷേ ഇറ്റ്സ് നോട്ട് എ കോർണർ ക്രേവിങ് മെഷീൻ. അത് സസ്പെൻഷൻ ഈസ് ഓക്കെ, പക്ഷേ വണ്ടിയുടെ മൊത്തം വീൽ ബേസും പിന്നെ അതേപോലെ തന്നെ ടയേഴ്സും ഈസ് നോട്ട് സപ്പോർട്ടിങ് യു ഫോർ ദാറ്റ്. അത് അത്രയും സപ്പോർട്ടീവ് അല്ല ഒരു കോർണേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി. ടയർ വളരെ മോശം എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. അതായത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. MRFിൻ്റെ കേർവ് എന്ന് പറഞ്ഞിട്ടൊരു ടയറാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ്. അപ്പോൾ നിങ്ങൾ മിനിമം ഒരു മെറ്റ്സ്ലറിൻ്റെ ടൂറൻസോ അല്ലെങ്കിൽ പിന്നെ കാരോ സ്ട്രീറ്റോ പിന്നെ അതേപോലെ തന്നെ അങ്ങനെ ഒരുപാട് നല്ല ടയേഴ്സ് ഉണ്ട്, അതൊക്കെ ഇടുവാണെങ്കിൽ ഇത് കുറച്ചുകൂടി അടിപൊളിയാവും. അതായത് കുറച്ചുകൂടി ഓടിക്കാനുള്ളൊരു ഫീൽ കുറച്ചുകൂടി ബെറ്ററാവും. ഓഫ് കോഴ്സ് എല്ലാവർക്കും ഡൗട്ടുള്ള കാര്യമായിരിക്കും മൈലേജ് എത്ര കിട്ടും എന്നുള്ള കാര്യം. ഇതിൻ്റെ മൈലേജ് ഇവർ ക്ലെയിം ചെയ്യുന്നത് 27 km/L ആണ്. വിച്ച് മീൻസ് ഇതിനൊരു 13.5 ആണെന്ന് തോന്നുന്നു ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. അപ്പോൾ മൊത്തം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 250 to 310 ടാങ്ക് റേഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടും. നോട്ട് ബാഡ്, ബട്ട് സ്റ്റിൽ നിങ്ങൾ ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുന്ന ഒരാളാണെന്നാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. പക്ഷേ ജെറിക്കാനും കാര്യങ്ങളൊക്കെ അങ്ങനെ, അതായത് ട്രയംഫിൻ്റെ ഒരുപാട് ആക്സറീസും കൂടി വരുന്നുണ്ട് കേട്ടോ. അതാണ് മൈലേജിൻ്റെ കാര്യം. മര്യാദയ്ക്ക് ഹൈവേയിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഐ തിങ്ക് ഒരു 30 ഒക്കെ കിട്ടും. റിട്ടേൺ ചെയ്യും. ട്രാഫിക്കിലാണെങ്കിൽ ഒരു 25 റിട്ടേൺ ചെയ്യും. പിന്നെ ഓഫ് റോഡിൽ നിങ്ങൾ പൊളിച്ച് ഓടിക്കണ പോലെ ഇരിക്കും. എനിവേസ് അതാണ് മൈലേജിൻ്റെ കാര്യം വരുന്നത്. ലാസ്റ്റായിട്ട് വരുന്ന കാര്യം, ഇപ്പം ഞാൻ എന്തെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ലാസ്റ്റായിട്ടുള്ള എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി ആരെടുക്കണം എന്നുള്ള ക്വസ്റ്റാണ്. അപ്പോൾ അത് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സ്ക്രാംബ്ലർ എടുക്കണം, നിങ്ങൾക്ക് ഓഫ് റോഡ് പോകണം മരിക്കണം എന്നൊക്കെ ആണെങ്കിൽ ഈ വണ്ടി ഇറ്റ്സ് നോട്ട് യുവർ മോട്ടോർ സൈക്കിൾ, ഇറ്റ്സ് മോർ ഓഫ് എ റോഡ് ബൈക്ക്. പക്ഷേ കുറച്ചൊരു ഓഫ് റോഡ് എന്നുള്ളൊരു മൂഡാണ്. ഇതൊരു ടോട്ടൽ ഓഫ് റോഡ് ഒരു സ്ക്രാമ്പിൾ ഒന്നുമില്ല. ഓഫ് കോഴ്സ് ഇത് നമ്മുടെ റിംസ് വെച്ചിട്ടുള്ള വരുന്നത്, അലോയ്സ് വെച്ചിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ അലോയ്സും കാര്യങ്ങളൊക്കെ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ കുറച്ചൊരു മോഡിഫിക്കേഷൻ കാര്യങ്ങൾ നല്ല ടയേഴ്സും പിന്നെ അതേപോലെ തന്നെ എന്താ പറയണ്ടേ ബ്രേക്സ് കുറച്ചുകൂടി ബെറ്റർ ആക്കുക. പിന്നെ അതേപോലെ തന്നെ അലോയ്സ് മറ്റ് റിംസൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഓഫ് റോഡ് കാപ്പബിലിറ്റി ഈ വണ്ടിക്ക് ഉണ്ടാവും. അപ്പോൾ അതാണ് ഒരു കാര്യം. നിങ്ങൾക്ക് ഇത് എടുത്തു കഴിഞ്ഞിട്ട് നേരെ ഒരു
വണ്ടി സ്റ്റോക്കായിട്ട് എടുത്ത് നേരെ സ്റ്റോക്കായിട്ട് ഓഫ് റോഡ് കൊണ്ടുപോകാൻ പറ്റില്ല, കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ റോഡിൽ അത്യാവശ്യം ഫണ്ണാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും ട്രിപ്പ് പോകുമ്പോൾ ഒരു 90% റോഡും 10% ഓഫ് റോഡും ആയിരിക്കും. അതിനൊക്കെ ഇത് പറ്റും. ഇത് ടേക്ക് എനിവെയർ മോട്ടോർ സൈക്കിൾ ഒന്നും പറയില്ല, പക്ഷേ എന്നാലും ടേക്ക് സംവെയർ മോട്ടോർ സൈക്കിൾ എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ ട്രയംഫ് മോട്ടോർ സൈക്കിൾ വേണം. നിങ്ങൾ വലിയ ട്രയംഫ് സ്ക്രാംബ്ലേഴ്സിൻ്റെ ഒക്കെ വലിയ ഫാനാണെന്നൊക്കെ ആണെങ്കിൽ ഈ ഒരു വണ്ടി ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്ത് ഇടുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഗിയേഴ്സും കാര്യങ്ങളും ഗ്ലൗസും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ഔട്ട് www.cosagram.com. പിന്നെ അതേപോലെ തന്നെ ദിസ് ഈസ് മീ വെയ്റ്റ് സെയിങ് വീണ്ടും കാണാൻ വന്നിക്കാം. ടിൽ ദാൻ ബൈ ബൈ.